വടകര റവന്യൂ ടവറിന്റെ പ്രവൃത്തി അടുത്താഴ്ച നടക്കും. കെ രമ MLA മൾട്ടി ലെവൽ മാർക്കറ്റ് പ്രവൃത്തി ഉദ്ഘാടനവും കുടുംബ കോടതി ഉദ്ഘാടനവും ഈ മാസം അവസാനം നടക്കുമെന്ന് കെ രമ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം നമ്മളെ വടകര, ഞാൻ ആദ്യം പറയുന്നത് നമ്മളെ കുറേ കാലമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വടകര കാത്തു നിൽക്കുന്ന 1-2 പദ്ധതികൾ അത് തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് എത്തി എന്നുള്ളത് സന്തോഷമാണ്. അതിലൊന്നാണ് നമ്മളെ റവന്യൂ ടവർ 2016-17 സാമ്പത്തിക വർഷത്തിൽ പ്രഖ്യാപിച്ചതാണ്. 2021 സെപ്റ്റംബർ 9-ന് 28.13 കോടി രൂപ ഭരണാനുമതിയതാണ്. 2021 സെപ്റ്റംബർ 9-ന്. അതിനുശേഷം അത് ഭരണാനുമതി ആയതിനു ശേഷം അതിൻ്റെ നമ്മുടെ അന്നത്തെ മന്ത്രി, റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ 2022 ഏപ്രിൽ 21-നാണ് അതിന് തറക്കല്ലിട്ടത്. പക്ഷേ തറക്കല്ലിട്ട് 21-22 തറക്കല്ലിട്ടതിന് ശേഷം പിന്നീട് വലിയ ബുദ്ധിമുട്ടായി അതിൻ്റെ ഫയലുകൾ നീങ്ങാൻ. അവിടുത്തെ ഓഫീസുകൾ മുഴുവൻ നമ്മൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. അതിൻ്റെ ഓഫീസുകൾ മുഴുവൻ പൊളിച്ചു. രജിസ്റ്റർ ഓഫീസ് ഒഴിച്ച് ബാക്കി എല്ലാ ഓഫീസുകളും അവിടുന്ന് മാറി. അപ്പോൾ എല്ലാം ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫയൽ നീക്കം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഹൗസിംഗ് ബോർഡാണ് അത് എടുത്തത്. ഹൗസിംഗ് ബോർഡ് കിഫ്ബിയുടെ ഫണ്ടാണ്. ഹൗസിംഗ് ബോർഡിന് വർക്ക് എടുക്കുന്നതിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളാണ്. പല ഫയലുകളും ക്ലിയർ ആവണം, പല രേഖകളും ക്ലിയർ ആവണം. അതിൻ്റെ സാങ്കേതിക അനുമതി എന്ന് വെച്ചാൽ പല ദിവസങ്ങൾ ഹൗസിംഗ് ബോർഡിൽ പോവുക, സെക്രട്ടേറിയറ്റിൽ പോവുക, കിഫ്ബിയിൽ പോവുക, ഈ 3 സ്ഥലത്തും മാറി മാറി കയറി ഇറങ്ങിയതാണ് ഈ 4 വർഷവും. നീണ്ട ഇതുപോലെ കഠിന പ്രയത്നം വേണ്ടി വന്നൊരു വർക്ക് ഉണ്ടായിട്ടില്ല. അത്ര പ്രയത്നം നടത്തി നമ്മൾ റവന്യൂ ടവർ. ഈ കാലാവധി കഴിയുന്നതിന് നമുക്ക് പണി തുടങ്ങാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും കിഫ്ബിയുടെ CEO പോയി കണ്ട് അടിയന്തരമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ CEO ഡേറ്റ് തന്നു. 19-ാം തീയതി നമ്മൾ CEOയുടെ നേതൃത്വത്തിൽ ഹൗസിംഗ് ബോർഡും കിഫ്ബിയിലെ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മീറ്റിംഗ് നടത്തി. ഈ 13-നുള്ളിൽ വർക്ക് എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും നേർക്കി ULCCക്ക് ടെൻഡറാക്കാം എന്നാണ് നമുക്ക് പറഞ്ഞത്. 13 നമ്മളോട് പറഞ്ഞത്. 13-ലേക്ക് വേണ്ടിയിട്ടുള്ള പിന്നീടുള്ള പ്രയത്നങ്ങളായി. ഏറ്റവും അവസാനം 15-ാം തീയതി നമുക്ക് ULCCക്ക് അത് കൈമാറി, വർക്ക് ഓർഡർ കൈമാറിക്കഴിഞ്ഞു. ഇനി അടുത്തയാഴ്ച അതിൻ്റെ പണി തുടങ്ങും. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു പുതിയ അനുഭവം. അതിന് വലിയ പ്രയത്നം നടത്തിയിട്ടുണ്ട്. ULCC ആണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. 25,78,24,778 രൂപയാണ് ലാസ്റ്റ് അതിൻ്റെ എമൗണ്ടായി വന്നിരിക്കുന്നത്. അതിൽ 2 ആളുകളാണ് കോട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. ഒന്ന് നടരാജൻ കമ്പനി ചെന്നൈയിലുള്ളതും പിന്നെ ULCCയും. അവസാനം അത് 23.56 കോടി രൂപയ്ക്ക് ULCC കോട്ട് ചെയ്തു. അവർക്ക് വർക്ക് ഓർഡർ കൊടുത്തു. അവർ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. വർക്ക് തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. അതിനിടയ്ക്ക് അവിടുത്തെ മരം മുറിച്ച് മാറ്റേണ്ടതുണ്ടായിരുന്നു, ബിൽഡിംഗ് മാറ്റേണ്ടതുണ്ടായിരുന്നു. രജിസ്റ്റർ ഓഫീസ് മാറാത്തത് കൊണ്ട് തന്നെ പഴയ കെട്ടിടം പൊളിക്കാൻ വേണ്ടി നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്ത കോൺട്രാക്ടർ അയാൾക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടം വന്നതുകൊണ്ട് അയാൾ കോടതിയിൽ പോയി. ആ കോടതിയിൽ പോയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറേ വർക്ക് ഡിലേ ആയി. അവസാനം അയാളെ വിളിച്ച് കോംപ്രമൈസ് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി അയാളെ കൊണ്ട് ആ കേസ് പിൻവലിപ്പിച്ച് പഴയ ടെൻഡറിൽ തന്നെ അയാൾക്കത് കൊടുക്കാമെന്നുള്ള കരാറിൽ അയാൾ പൊളിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ നടപടികളൊക്കെ മുന്നോട്ട് പോയത്. അത് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് മരങ്ങൾ മുറിക്കാനുണ്ട്. ആ മരങ്ങളിപ്പം മുറിച്ച് മാറ്റും. അതുപോലെ തന്നെ പഴയ കുറേ വാഹനങ്ങൾ അവിടെയുണ്ട്. വാഹനങ്ങൾ മാറ്റാൻ വേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് ആ വാഹനങ്ങൾ കൂടി മാറ്റി ആ സൈറ്റ് കംപ്ലീറ്റ് ക്ലിയറാക്കി വർക്ക് തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നതാണ്. മറ്റൊന്ന് ഫാമിലി കോർട്ട് നമുക്ക് ഇതേ പ്രശ്നങ്ങൾ നേരിട്ടതാണ്. അതിൻ്റെ തറക്കല്ലിടൽ സമയത്ത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സംസാരിച്ചതാണ്.
അത് CSS ഫണ്ടാണ്. 60% കേന്ദ്രവും 40% കേരളവുമാണ്, സ്റ്റേറ്റുമാണ് അതിൻ്റെ ഫണ്ട് എടുത്തിരിക്കുന്നത്. അത് 2018 നമുക്ക് ആയതായിരുന്നു. പക്ഷേ പിന്നീട് ഫയലുകൾ നീങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. കോടതിയുടെയും കൂടി ആയതുകൊണ്ട് ഹൈക്കോർട്ടിൽ ഉൾപ്പെടെ അതിൻ്റെ ഫയലുകൾ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഹൈക്കോർട്ടിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് അവസാനം നമുക്ക് അതിൻ്റെ ഇത് കിട്ടിയത്. 2009 ആണ് നമുക്ക് കുടുംബ കോടതിക്ക് ആസ്ഥാനമായിട്ടൊരു കെട്ടിടം സ്ഥാപിക്കണം എന്നുള്ളത് വന്നത്. അത് നേരത്തെ പിന്നെ ലൈബ്രറി ഹാളും അതിൻ്റെ ബാർ കൗൺസിൽ ഹാളുമായിരുന്നു. അത് ആ സ്ഥലം അവർ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെയാണ് കുടുംബ കോടതി പ്രവർത്തിച്ചത്. പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമുക്ക് പുതിയ പ്രപ്പോസലിന് പോയത്. അങ്ങനെ 8.2 കോടിയുടെ ഭരണാനുമതിയാണ് നമുക്ക് ആദ്യം കിട്ടിയത്. പക്ഷേ പിന്നീട് അതിൻ്റെ റിവേഴ്സ് 2016 DPR പ്രകാരമായിരുന്നു അതുണ്ടായിരുന്നത്. ഇപ്പോൾ 2018 നീങ്ങിയപ്പോൾ നമുക്കത് ഫണ്ട് പോരായ്മ വന്നു. അപ്പോൾ വീണ്ടും സമീപിച്ചു, സർക്കാരിനെ സമീപിച്ചു. പലതരം ഇടപെടൽ നടത്തിയതിന് ശേഷം ഏറ്റവും അവസാനം 9.2 കോടി രൂപയാണ് 8/2/23 ഭരണാനുമതിയായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഈ മാസം അവസാനത്തോടുകൂടി അതിൻ്റെ പൂർത്തീകരണം നടക്കും. മാർച്ച് ഫസ്റ്റ് വീക്കിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ബാർ കൗൺസിൽ അവരുടെ മുഖ്യമന്ത്രിയെ കിട്ടണം എന്നുള്ളതിൽ അത് ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് അറിയിച്ചത്. അത് കിട്ടിയോ എന്നുള്ളത് അറിയില്ല. മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഉദ്ഘാടനം എന്ന രൂപത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിയായിരുന്നു. വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അത് അനുവദിച്ചു കിട്ടാൻ വേണ്ടി കഴിഞ്ഞത്. മറ്റൊന്നായിരുന്നു നമ്മുടെ മത്സ്യ മാർക്കറ്റ്, വടകരയിലെ മത്സ്യ മാർക്കറ്റും ഈ പറഞ്ഞതുപോലെ 2017-18 ബഡ്ജറ്റിൽ നമ്മൾ വെച്ചതാണ്, സർക്കാർ പ്രഖ്യാപിച്ചതാണ്. 100 കോടി രൂപ എല്ലാ സ്ഥലങ്ങൾക്കും കൂടി മത്സ്യ മാർക്കറ്റുകൾക്ക് വെച്ചു. അതിൽ വടകര അന്നത്തെ MLA നാണുവേട്ടൻ അതിൻ്റെ നമുക്ക് വടകരയുടെ പ്രപ്പോസൽ കൊടുത്തു. അങ്ങനെ വടകരയ്ക്ക് നമുക്കൊരു മത്സ്യ മാർക്കറ്റ് അനുവദിച്ച് തരാൻ വേണ്ടി അനുവാദമായി. 8.91 കോടി രൂപയായിരുന്നു ആദ്യം അടങ്കലായിട്ട് നമുക്ക് അനുവദിച്ചത്. അത് 2021 അതിൻ്റെ ഞാൻ വരുന്നതിന് മുന്നേ അതിൻ്റേതായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ ഫയലുകളൊന്നും നീങ്ങാതെ അവിടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ വന്നതിന് ശേഷമുള്ള ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് മൾട്ടി ലെവൽ മാർക്കറ്റായിട്ട് മാറ്റണം എന്നുള്ളതും കൂടി നിർദ്ദേശം വെച്ചു. അതിൻ്റെ എമൗണ്ട് കൂടും എന്ന് പറഞ്ഞു. പിന്നീട് അത് 13,29,00,000 അതിൻ്റെ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അത് നമുക്ക് 2023 സെപ്റ്റംബർ 2 കിഫ്ബി അത് നമുക്ക് അനുവദിച്ചു. 13.3 കോടി രൂപ. അങ്ങനെ പുതുക്കിയ നിരക്കിലാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നീക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ CEO മീറ്റിംഗ് വിളിച്ചപ്പോൾ ഇതും ഒരു അജണ്ടയായിരുന്നു. ഈ മത്സ്യ മാർക്കറ്റ് നമ്മൾ പ്രഖ്യാപിച്ചതല്ലാതെ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇടിഞ്ഞു വീഴുകയാണ്. നിങ്ങളൊക്കെ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് പണി തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. അപ്പം അത് അടിയന്തരമായി തുടങ്ങണം എന്നുള്ളത് കൊണ്ട് വീണ്ടും അതും കൂടി ആ മീറ്റിങ്ങിൽ അജണ്ടയെ ഉൾപ്പെടുത്തിയിരുന്നു. ആ സമയത്താണ് ഇത് എടുത്തത് ഇമ്പാക്റ്റ് കേരളയാണ്. ഇമ്പാക്റ്റ് പറഞ്ഞത് നമുക്ക് ഈ 13 കോടി കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം എസ്റ്റിമേറ്റിൽ ചെറിയ മാറ്റം വരുത്തി അതുകൂടി അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പം CEO ആ സമയത്ത് തന്നെ അത് പരിശോധിച്ച് അനുവദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 19/2 നമുക്ക് 15,63,00,000 രൂപയ്ക്കാണ് പുതുക്കിയ സാമ്പത്തിക അനുമതി ഇപ്പം ലഭ്യമായിരിക്കുന്നത്. ഈ മാസം 19-ാം തീയതി അതിൻ്റെ AS കിട്ടി, അതിന് TS കൊടുത്തു കഴിഞ്ഞു. ഇന്ന് കിഫ്ബി അതിൻ്റെ ഫിനാൻഷ്യൽ സാങ്ഷൻ കൊടുത്തു. എന്നിട്ട് ഇനി അടുത്തയാഴ്ച കൊണ്ട് അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് നടപടികളും പൂർത്തിയാക്കിയിട്ട് അത് തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് നീങ്ങും മത്സ്യ മാർക്കറ്റ്. അപ്പം അത് വടകര മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ആ മത്സ്യ തൊഴിലാളി ഒരു 6 മാസമാണ് ഇതിൻ്റെ നിർമ്മാണ കാലാവധി പറഞ്ഞത്. 6 മാസത്തേക്ക് അവരെ തൽക്കാലം മാറ്റി അവരുടെ കച്ചവടം നടത്തേണ്ടതുണ്ട്. അതിന് അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയർമാനോടും കൂടി പറഞ്ഞിട്ട് ഇപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ എന്നുകൊണ്ട് ഒരു സംയുക്ത മീറ്റിംഗ് വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൂടി തീരുമാനിക്കാം എന്നുള്ളതാണ് ഇപ്പം ആലോചിച്ചത്. അപ്പം അതും അടിയന്തരമായിട്ട് നമുക്ക് പ്രവൃത്തി തുടങ്ങാൻ സാധിക്കും. ഈ 3 പ്രവൃത്തിയാണ് നമുക്ക് നിലവിലുള്ള പ്രവൃത്തികൾ നമുക്ക് നടക്കാൻ സാധിക്കാതെ മുടങ്ങിക്കിടന്ന വടകരയുടെ പ്രധാനപ്പെട്ട 3 പദ്ധതികളായിരുന്നു. ആ 3 പദ്ധതികളും തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം ഈ അവസാന MLA ആയി അവസാന കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് കൂടി പങ്കുവെക്കാനാണ്. മറ്റൊന്നായിരുന്നു നമ്മുടെ വടകരയിലുള്ള ഇപ്പം കാലികമായിട്ട് ഏറ്റവും പ്രശ്നമുള്ള ഒരു വിഷയമാണ് ഈ ഉപ്പുവെള്ളം.
അപ്പോൾ എല്ലായിടത്തും വലിയ 2-3 ദിവസമായി നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മീഡിയാസ് അത് കാര്യമായിട്ട് അത് എടുത്ത് ആ വിഷയം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കത് പരിഹരിക്കണമെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് അത് 5 വർഷം മുന്നേ അത് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ആ ബ്രിഡ്ജ് വന്നതെങ്കിൽ മാത്രമേ നമുക്കിതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓരോ വർഷവും വാട്ടർ അതോറിറ്റിയും ഇറിഗേഷനും താൽക്കാലികമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെള്ളം പമ്പ് ചെയ്യുകയും ഉള്ള ഇതാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം വെള്ളം വീണ്ടും വറ്റിത്തുടങ്ങിയ സമയത്ത് വലിയ തോതിൽ ഉപ്പുവെള്ളം കയറുന്നൊരു സാഹചര്യമാണ്. മുൻ വർഷത്തേതിനേക്കാളും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഈ വർഷം. അപ്പം നാളെ അടിയന്തരമായി കലക്ട്രേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കലക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിന് അടിയന്തരമായി ഇപ്പം പരിഹാരം കാണുന്നതിന് ആവശ്യമായ ഒരു പെട്ടെന്ന് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പെട്ടെന്ന് നമുക്ക് നടക്കുന്നതല്ല. അതിലപ്പുറത്തേക്ക് ഇതിന് ഒരു പരിഹാരം, ഒരു താൽക്കാലികമായൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് നാളെ കലക്ടറോട് പറഞ്ഞു. നാളെ കലക്ടർ ആ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു താൽക്കാലികമായ പരിഹാരം ഇപ്പം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബ്രിഡ്ജിൻ്റെത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എസ്റ്റിമേറ്റിൽ വലിയ വ്യത്യാസം വന്നു. അത് എടുത്തത് കിഡ്ക്കായിരുന്നു. കിഡ്ക്കിൻ്റെ അതിൻ്റെ കോൺട്രാക്ടർ അത് പാലക്കാടുള്ള ഒരാളാണ് അത് എടുത്തിരുന്നത്. അയാൾ അത് ഉപേക്ഷിച്ചു പോയി. അതിൻ്റെ ഫണ്ട് കുറവാണ്. അത് ഫണ്ട് സാങ്ഷനാക്കി റിവേഴ്സ് ചെയ്ത് കിഫ്ബി കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് വലിയ നഷ്ടം നേരിട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഘട്ടം അത് ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട നിരവധി ഇടപെടൽ നടത്തിയതിന് കിഫ്ബി അത് റിവേഴ്സ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിവേഴ്സ് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പം പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം മഴക്കാലത്ത് മഴ തീരെ കുറഞ്ഞ സമയത്ത് മാത്രമേ അവർക്ക് ആ ബണ്ട് കെട്ടി ആ പണി നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പം 3 മാസം കൊണ്ട് ഇപ്പം 2 ആഴ്ചയെ ഇതിനെ കിഫ്ബിയുടെ റിവേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പം ഇപ്പം ഞാൻ 3 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ പണി നടക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഇതിൽ പക്ഷേ ആ കിഡ്ക്കിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വലിയ പ്രശ്നമാണ് ഇത് ഇത്രയും ഡിലേ ആക്കാനുള്ള കാരണം. ഇത് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉള്ളത് കുറ്റ്യാടി മണ്ഡലത്തിലാണ്. പക്ഷേ 3 മണ്ഡലങ്ങളെ ബാധിക്കും. പേരാമ്പ്രയും കുറ്റ്യാടിയും വടകരയും ബാധിക്കുന്ന, വടകര മുനിസിപ്പാലിറ്റി ബാധിക്കുന്നതാണ് അത് വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറ്റ്യാടി മണ്ഡലത്തിൽ കുറ്റ്യാടി MLA എന്ന നിലയ്ക്ക് അതിനുവേണ്ടി നിരന്തരമായിട്ട് നമ്മൾ ഒരുമിച്ച് DDC മീറ്റിങ്ങിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹവും ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഏതായാലും ഒരു 5-6 മാസം കൊണ്ട് ആ പണി പൂർത്തിയാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. അടുത്ത ഒരു സീസൺ ആകുമ്പോഴേക്ക് നമുക്ക് ഈ ഉപ്പുവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും എന്ന് ഉറപ്പ് തരികയാണ്. അതിലിനിയൊരു അലംഭാവവും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് ആ കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കും എന്നതാണ് അടിയന്തര പ്രശ്നം എന്ന നിലയ്ക്ക് ഒന്ന് പറയാനുള്ളത്. വടകരയുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി തവണ നാഷണൽ ഹൈവേയുടെ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചതാണ്. പല ഘട്ടങ്ങളിൽ സമരങ്ങളിലേക്ക് ഉൾപ്പെടെ പോകണമെന്ന് ആലോചിച്ചതാണ്. അപ്പം അത് വർക്ക് വടകര മാത്രമായിരുന്നു ഡിലേ ആയിട്ട് പോയിരുന്നത്. അത് നിരവധി തവണ ഈ പറയുന്നത് എല്ലാവരെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നാണ്. ROA പല തവണ ഞാൻ നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പോയി റീജിയണൽ ഓഫീസറെ. അപ്പം ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വടകരയിൽ അടക്കാത്തെരു കഴിഞ്ഞാൽ ആ പാറയമല സ്കൂളിൻ്റെ അവിടെ ഇങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം ആറിവാളാണ്. അപ്പോൾ അവിടെ RI വന്നു കഴിഞ്ഞാൽ അവിടെ ആ കുട്ടികൾക്ക് സ്കൂളിനൊക്കെ വലിയ ഭീഷണിയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ROയ്ക്ക് കത്ത് കൊടുക്കുകയും അവിടെ എലിവേറ്റഡ് ഹൈവേ പാത വേണം മേൽപ്പാലം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ അതിൻ്റെ മണ്ണ് പരിശോധിച്ച സമയത്ത് മണ്ണ് വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് അവിടെ RI എടുക്കുന്നത് വലിയ ഡേഞ്ചറാണ് എന്നുള്ള പഠന റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അനൗദ്യോഗികമായിട്ട് അവരുടെ അടുത്തുനിന്ന് കിട്ടിയ ഒരു വിവരം മാത്രമാണ്. നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ മറുപടി കിട്ടിയിട്ടില്ല. എന്തായാലും അവിടെ നമുക്ക് ഈ നിലവിലുള്ള ഈ മേൽപ്പാലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നിരന്തരം കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ROയെ നേരിട്ട് പോയി സമീപിച്ചിട്ടുണ്ട്. വടകര MP ഇതിന് വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവായ ഒരു ആൻസറാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇന്നും ഞാൻ ROയെയും PDയെയും ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞത് എന്തായാലും നെഗറ്റീവ് അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിസിഷൻ ആയി എന്ന് ഉറപ്പ് തന്നിട്ടില്ല. അപ്പം ഞാൻ വി ആർ ഹോപ്പ് എന്ന് പറഞ്ഞപ്പം അത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് അതിലിപ്പം 100 മീറ്റർ പാറയമല സ്കൂളിൻ്റെ അവിടെ 100 മീറ്ററും പിന്നീട് ലിങ്ക് റോഡിൽ നിന്ന് ഇവിടേക്ക് 300 മീറ്റർ പിന്നീട് അപ്പുറത്തേക്ക് 200 മീറ്റർ കരിമ്പനപ്പാലം
അങ്ങനെയാണ് നമുക്കിപ്പം ഒരു പ്രപ്പോസൽ എന്ന നിലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 100, 200, 300 ഈ ഒരു മേൽപ്പാലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡും കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ആ മണ്ണ് പ്രശ്നം എന്നുള്ളത് കൊണ്ട് മറ്റ് രണ്ടും കൂടി ഏതായാലും പോസിറ്റീവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പഴങ്കാവിൽ എന്നുള്ള നമ്മൾ നേരത്തെ ഉന്നയിച്ച ആവശ്യം, അതും അനുകൂലമായിട്ടാണ് മറുപടി ലഭ്യമായിരിക്കുന്നത്. ഇത് മൂന്നും നമുക്ക് അനുവദിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഡിസിഷൻ ആയിട്ടില്ല, പക്ഷേ നെഗറ്റീവ് അല്ല എന്നുള്ള റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.